ഇന്ന് ഒരു സ്ക്വിഡ് റോസ്റ്റാണ് ഉച്ചയൂണിന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിന് പല സ്ഥലങ്ങളിൽ പലതാണ് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ കണവ എന്നാണ് പറയുന്നത്. എങ്കിലും എനിക്ക് തോന്നുന്നു വടക്കോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതലും കൂന്തൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചു. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടരിഞ്ഞ കൊച്ചുള്ളിയും സവാളയും ഇട്ടു. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. കാരണം അത് വഴന്ന് വരാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചത് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. പിന്നീട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടുന്ന പൊടികളാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല. ഇത്രയും പൊടികളാണ് ചേർത്തത്. അതും ചേർത്ത് ആ പൊടിയുടെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നീട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളിയും പിന്നെ ഒരു പച്ചമുളകുമേ ഇട്ടിട്ടുള്ളൂ. കാരണം ഇവിടെ ഭയങ്കര എരിവാണ്, ഇവർക്കൊക്കെ എന്തിട്ടാലും അങ്ങ് എരിവെന്നാണ്ട് പച്ചമുളക് വളരെ കുറവാണ് ഞാൻ എല്ലാ കറികളിലും ഇടുന്നത്. പിന്നീട് അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ കണവ, അതായത് സ്ക്വിഡ് ചേർക്കുക. ഞാൻ വളരെ ചെറുതായിട്ടാണ് റിങ് പോലെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ അതിൽ യോജിപ്പിച്ച് അടച്ചു വെക്കണം. അടച്ചു വെച്ചാൽ മതി. ആദ്യമേ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട. കാരണം ഈ കണവയിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിലിരുന്ന് തന്നെ അത് ചെറുതായിട്ടൊന്ന് വേവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ അടച്ചു വെക്കുന്നത്. എന്നിട്ട് തുറന്ന് നോക്കുമ്പോൾ കുറച്ച് വെള്ളം അതിലേക്ക് കാണും. അപ്പോൾ അതും കൂടെ ചേർത്ത് ഉപ്പ് കുറച്ചും കൂടെ ഇടണം. കാരണം നമ്മൾ കണവ ചേർത്തതിന് ശേഷം ഉപ്പിട്ടില്ലല്ലോ. ഇട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കുക. ഇളക്കി വീണ്ടും അടച്ചു വെക്കുക. കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് തുറന്ന് നോക്കുക. വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം, അത് ചൂടാക്കിയ വെള്ളം വേണം അതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കെറ്റിലിൽ വെള്ളം കുറച്ച് ചൂടാക്കിയിട്ട് ആ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. വെള്ളവും കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക. അപ്പോഴത്തേക്ക് നന്നായിട്ട് തിളയ്ക്കും. കുറച്ച് നേരം, കാരണം കണവയ്ക്കൊക്കെ കുറച്ച് വേവുള്ളതാണ്. അല്ല നമ്മൾ വെന്തില്ല എന്നുണ്ടെങ്കിൽ റബ്ബർ പോലെ ഇരിക്കും. ഇത് വയറ്റിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് നന്നായിട്ട് വേവാൻ അനുവദിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നമ്മളൊക്കെ തുറന്ന് നോക്കുക. അടപ്പ് തുറന്ന് നോക്കുക, വെള്ളം ഉണ്ടോ എന്ന് നോക്കുക, ഇളക്കി കൊടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യത്തിന് നമുക്കൊരു റോസ്റ്റിൻ്റെ പരുവത്തിലാണ് വെള്ളമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് മതി ആ കൺസിസ്റ്റൻസി. അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മതി ഗരം മസാലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക. അപ്പോൾ അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ അത്യാവശ്യം വേണ്ടുന്ന കറിവേപ്പില കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ വളരെ രുചികരമായ സ്ക്വിഡ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.